ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള രാജ്യത്തെ വലിയൊരു വിഭാഗം യുവജനങ്ങളുടെ സന്നദ്ധത വ്യക്തമാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും സ്ഥാനങ്ങൾ രാജിവെച്ചു. തെറ്റ് ചെയ്ത ആരെയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ 69.35 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് തുടർന്നു. പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വ്യാഴാഴ്ച സർവകക്ഷി യോഗം ചേരും. ശോഭായാത്രകളോടെ നാടെങ്ങും നാളെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി വള്ളസദ്യ നടക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ബഹിരാകാശ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ നിന്ന് രാജ്യത്തെ യുവജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 113 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യദിനത്തിൽ ചുവപ്പുകോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള രാജ്യത്തെ വലിയൊരു വിഭാഗം യുവജനങ്ങളുടെ സന്നദ്ധത വ്യക്തമായി. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു. രാജ്യത്ത് നിരവധി സ്റ്റാർട്ടപ്പ് സംഘങ്ങൾ പരിസ്ഥിതിയെ പരിപോഷിപ്പിക്കുന്ന ശ്രമങ്ങളിൽ പങ്കുചേരുന്നതിൽ സന്തോഷമുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. പരിസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഉപയോഗം കഴിഞ്ഞ കളിപ്പാട്ടങ്ങൾ അവ ആവശ്യമുള്ളവർക്കെത്തിക്കാൻ രക്ഷിതാക്കളോട് ആഹ്വാനം ചെയ്തു. मुझे खुशी है कि आज हमारे देश में कई सारी स्टार्टअप टीम भी पर्यावरण को बढ़ावा देने के लिए ऐसे प्रयासों से जुड़ रही है. प्लास्टिक वेस्ट का उपयोग इको फ्रेंडली प्रोडक्ट्स बनाने में कर रही है. ये प्लास्टिक वेस्ट से अलग अलग खूबसूरत चीजें बनाते हैं. साथियों, हम सब मिलकर प्रयास करेंगे तभी पर्यावरण भी मजबूत होगा और देश भी आगे बढ़ेगा. കുട്ടികളുടെ പോഷകാഹാരം എന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സെപ്റ്റംബർ 1-നും 30-നും ഇടയിൽ പോഷകാഹാര മാസം രാജ്യം ആചരിക്കുന്നു. തങ്ങളുടെ പ്രദേശത്തെ പോഷകാഹാര ബോധവൽക്കരണ ക്യാമ്പയിനിൽ പങ്കുചേരണമെന്നും ജനങ്ങളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളെ ചിയർ ഫോർ ഭാരത് എന്ന ഹാഷ്ടാഗിലൂടെ പ്രോത്സാഹിപ്പിക്കാനും ശ്രീ നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഇന്ന് 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പ്രത്യേക സംഘം നടത്തുന്ന പരിശോധനയിലാണ് സൂചിപ്പാറ മേഖലയിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇന്നത്തെ തിരച്ചിൽ വൈകിട്ട് 3:30 അവസാനിപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു. ഈ മാസം 29-ന് ഓൺലൈനായാണ് യോഗം ചേരുക. വിവിധ വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു. രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്ന ബംഗാളി അഭിനേത്രിയുടെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു രാജി. യുവ അഭിനേത്രിയുടെ പീഡന ആരോപണത്തെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖും രാജിവെച്ചു. രാജിക്കത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് കൈമാറി. അതിനിടെ തനിക്കെതിരായ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് രഞ്ജിത്ത് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു. തെറ്റ് ചെയ്ത ആരെയും സർക്കാർ സംരക്ഷിക്കില്ലെന്നും തന്റേത് സ്ത്രീപക്ഷ നിലപാടാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. ആരോപണങ്ങളിൽ പരാതി കിട്ടിയാലേ കേസെടുക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകളിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. വിഷയത്തിൽ നിയമപരമായ പരിശോധന നടത്തി ഉചിതമായ കാര്യങ്ങൾ ചെയ്യുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമം പ്രാവർത്തികമാക്കി നീതി ഉറപ്പാക്കുന്ന സർക്കാരാണിതെന്നും എത്ര ഉന്നതർക്കെതിരെ ആയാലും ഇരയ്ക്ക് നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജിയെ സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താൻ വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അടിയന്തരമായി ചുമതലപ്പെടുത്തണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ശ്രീ സതീശൻ പറഞ്ഞു. കേരളത്തിൽ സ്ത്രീ സുരക്ഷ അവതാളത്തിലാണെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പോലീസിൽ പരാതി പറഞ്ഞാലും കേസെടുക്കാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും ശ്രീ സുരേന്ദ്രൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസിൽ പരാതി നൽകാനാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്.
അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഹേമ കമ്മിറ്റിയെന്ന് അദ്ദേഹം ചോദിച്ചു. സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്നും ശ്രീ സുരേന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ പദ്ധതികൾക്ക് അനുമതി ലഭ്യമായതായി മന്ത്രി വീണ ജോർജ്. ദേശീയ ആരോഗ്യ ദൌത്യം മുഖേന കേരളം നടപ്പാക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതികൾക്കാണ് അനുമതി ലഭ്യമായത്. 69.35 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് കേന്ദ്ര അംഗീകാരം ലഭിച്ചത്. ആശുപത്രികളിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഈ പദ്ധതി അനുവദിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. 29 ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചാണ് ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതികൾ നടപ്പാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നാളെ ശ്രീകൃഷ്ണ ജയന്തി. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾക്കും ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശോഭായാത്ര നടക്കും. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംഗമ ശോഭായാത്ര ഉദ്ഘാടനം ചെയ്യും. ശോഭായാത്രയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള ഭാഗത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ സമയത്ത് ഇവിടെ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. അഷ്ടമി രോഹിണി വള്ളസദ്യ നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കും. വള്ളസദ്യയുടെ ഉദ്ഘാടനം രാവിലെ 11-ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. 500 പറ അരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഭക്തർക്കൊപ്പം ഭഗവാനും സദ്യയുണ്ടെന്നു എന്ന വിശ്വാസമാണ് മറ്റു വള്ളസദ്യാ ദിനങ്ങളിൽ നിന്നും അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ വ്യത്യാസം. അതിനാൽ തന്നെ 52 പള്ളിയോട കരകളിൽ നിന്നുള്ളവർക്കും ഭക്തർക്കും സമൂഹ സദ്യയിൽ പങ്കെടുക്കാം എന്നതാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 1,00,000 പേരുടെ സദ്യയാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. 75 പാചകക്കാരും 150 വിളമ്പുകാരും ഉൾപ്പെടെ 3 ദിവസം കൊണ്ടാണ് സദ്യ തയ്യാറാക്കുന്നത്. ഇതിനായി ഇന്നലെ അടുപ്പിൽ അഗ്നി പകരുന്ന ചടങ്ങ് നടന്നു. നാളെ രാവിലെ 11-ന് ആരംഭിക്കുന്ന സമൂഹ സദ്യ വൈകിട്ട് 4 മണിയോടെയാകും അവസാനിക്കുക. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13-കാരിയുമായി കേരള പോലീസ് സംഘം ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തെത്തും. വിശാഖപട്ടണത്ത് നിന്നും ഇന്നലെയാണ് പോലീസ് സംഘം കുട്ടിയുമായി യാത്ര തിരിച്ചത്. ഇന്നലെ വരെ കുട്ടി വിശാഖപട്ടണത്തെ CWC സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും കുട്ടിയുടെ സംരക്ഷണ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ചട്ടമ്പിസ്വാമിയുടെ 171 ജയന്തി ആഘോഷത്തിനും 5 ദിവസം നീണ്ട തീർത്ഥാടന മഹോത്സവത്തിനും തിരുവനന്തപുരത്ത് സമാപനം. കണ്ണമൂല ചട്ടമ്പിസ്വാമി ജന്മസ്ഥാന ക്ഷേത്രത്തിൽ നടന്ന ജയന്തി സമ്മേളനം മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ വിദ്യാധിരാജ പുരസ്കാരങ്ങൾ കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ എഴുമാറ്റൂർ രാജരാജവർമ്മ, ആധ്യാത്മിക പ്രവർത്തകൻ AR ഗിരീഷ് കുമാർ എന്നിവർക്ക് മന്ത്രി സമ്മാനിച്ചു. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര കോട്ടയം പനമറ്റം ദേശീയ വായനശാലയിൽ ഇന്ന് നടന്നു. ഇതിനോടനുബന്ധിച്ച് നടന്ന കഥയരങ്ങിൽ മലയാളത്തിലെ ശ്രദ്ധേയരായ കഥാകൃത്തുക്കൾ പങ്കെടുത്തു. തുടർന്ന് എഴുത്തുകാരനും അധ്യാപകനുമായ അജയപുരം ജ്യോതിഷ് കുമാർ ചലച്ചിത്ര ഗാനങ്ങളിലെ കാവ്യദീപ്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള രാജ്യത്തെ വലിയൊരു വിഭാഗം യുവജനങ്ങളുടെ സന്നദ്ധത വ്യക്തമാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും സ്ഥാനങ്ങൾ രാജിവെച്ചു. തെറ്റ് ചെയ്ത ആരെയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ 69.35 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടർന്നു. പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വ്യാഴാഴ്ച സർവകക്ഷി യോഗം ചേരും. ശോഭായാത്രകളോടെ നാടെങ്ങും നാളെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി വള്ളസദ്യ നടക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.